ഹലോ ഗായ്സ്. അപ്പോൾ ആദ്യം തന്നെ ഇൻട്രോ എടുക്കാൻ മറന്നു ഗൈസ്. നമ്മൾ ഈ ഒരു ഷൂട്ടിന് പോകാൻ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് പണ്ട് നമ്മൾ കുറേ വ്ളോഗെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയല്ല 2 വ്ളോഗ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒന്നും കൂടി നമുക്ക് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് ഗൈസ്. ഷൂട്ടിന് പോയ സമയത്ത് നമ്മൾ വെച്ച് വ്ളോഗ് ചെയ്യാം, ആ ഒരു പ്ലാനിൽ വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ പൂവെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മോഡലിൻ്റെ വീട്ടിലേക്ക് പോയെന്ന് ഗൈസ്. വണ്ടി ഷട്ടാതില്ല ഗൈസ്, സൈഡായി ഗൈസ്. നമ്മൾ വണ്ടിയാ മോഡലടി ഓക്കെ ആണ്. വണ്ടി സെയിലാക്കുന്നുണ്ട്, ആയിരിക്കും വേണം പറയണം. അല്ല പത്ര ലാസ്റ്റ് എത്ര പറയുന്നത്? അതന്നെ, നിങ്ങൾ എന്തെങ്കിലും തരുന്നതൊക്കെ തരുവാ, എടുത്തിട്ട് പോവാ. അതിൽ ഞാൻ അങ്ങോട്ട് തരാം. നമ്മൾ ഉദിനൂർക്കുരത്തേക്ക് പോവേന്ന്. ഹായ് പറ. യൂട്യൂബ് തുടങ്ങിയില്ല, പണ്ടേ യൂട്യൂബ് ഉണ്ട് നമുക്ക് ഗൈസ്. നമുക്ക് 5K സബ്ബായി. ഞാൻ പണ്ടെല്ലാം വീഡിയോ ഇട്ടത്, പിന്നെ ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരുന്നേ. അപ്പൊ ഞാൻ ഇനി മുതല് ഫുള്ള് വ്ളോഗാണേ. എല്ലാ ഷൂട്ടും നമുക്ക് ഇനി ഡെയിലി വ്ളോഗ് ഇട്ടല്ലോ നമുക്ക് ചോപ്പാ. ഇന്ന് മുതൽ തുടങ്ങുന്നത്. ഇന്ന് ഫസ്റ്റ് വ്ളോഗ്. അങ്ങനെ പാറുവിന്റെ അതെ ഐശ്വര്യം ഗൈസ്. പാട്ടെല്ലാം പാടിയിട്ടുണ്ട് അപ്പൊ. അതന്നെ, അവനെ ചെറിയ പിള്ളേരല്ലേ പപ്പ. എനിക്ക് എത്ര വയസ്സ്? 22. എനിക്ക് 22.25. എനിക്കെത്ര? അല്ല എനിക്ക് നമ്മളെ ഇവിടെ നോക്കി, ഇവിടെ തള്ള ലുക്ക്. എന്നിട്ട് നമ്മളെ ചെറിയ പിള്ളേരെ നേരെ എടാ, നമ്മ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ട് ശരിക്കും യൂട്യൂബ് തുടങ്ങിയത്. ഞാൻ മൂന്ന് വ്ളോഗ് ഇട്ടിനി ഓൾറെഡി. നീ യൂട്യൂബ് എടുത്ത് നോക്ക്. പക്ഷെ 2 അക്കൗണ്ട് വരും കേട്ടാ. പേര് മാറ്റാ കൈസ്. ഞാൻ രാഹുൽ ക്യാപ്ചർ എന്നില്ല. അതില് പഴയ അക്കൗണ്ട്, പണ്ടൊരു അക്കൗണ്ട് ആക്കി, അതും രാഹുൽ ക്യാപ്ചർ ആണ്. പക്ഷെ അതില് മറ്റേ 400 സബ് അങ്ങനെ ചെയ്യും. ഇപ്പൊ എനിക്ക് 5K സബ് ഉണ്ട്, പക്ഷെ വീഡിയോ ഇടാത്ത യൂട്യൂബർ ഞാൻ. അതന്നെ ചെയ്യുന്നത്. ഓ ഗെറ്റ് റെഡി വിത്ത് മീ. എന്നാ ലിപ്സ്റ്റിക് ഇടണേ. ഹെയർ ബാൻഡ് ഇട്ടിട്ട് ഞാൻ നടക്കാം ഇങ്ങനെ, മറ്റേ ഇവനെ കണക്കെ. ഇത് അതിട്ടിന്റെ വയറിലാവും ഗായ്സ്. എന്നൊരു പേര് ബിഗ് ബോസ് പറ്റി ഇവന്റെ വരുന്നത്. ഞാൻ അങ്ങനെ പറയുന്നല്ല, റിയാസി ഓല പറഞ്ഞു. ഇപ്പത്തെ തല തിരിഞ്ഞാണ് വളരുന്നത് ഗായ്സ്. നമുക്ക് ഇതിനെ ട്യൂഷന്റെ അടുത്ത് കിട്ടിയതാണ്. ഇവരിൽ ഇവള് പഠിക്കാൻ പോയി. ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ ട്യൂഷന് പോയതുകൊണ്ട് ആ പ്രത്യേക കാരണങ്ങൾ അമ്മയെ ഫോൺ പോയി ഗായ്സ്. അപ്രത്യേക കാരണങ്ങൾ ഇപ്പോൾ ഇല്ല ഗായ്സ്. ആയിരിക്കൂല അല്ലെ. നമ്മള് 3 ആളും ഒരു ചില പ്രത്യേക കാരണങ്ങളാണ് ട്യൂഷന് പോയത്. 3 ആൾക്കും ആ പ്രത്യേക കാരണങ്ങൾ ഇപ്പൊ ഇല്ല. നിനക്ക് എന്റെ അറിയായിരിക്കൂല, ഇവരത് 2 ആളും അറിയായിരിക്കും. എന്റെ സൈലന്റ് ആയിരുന്നു ഗൈസ്. വ്ളോഗിൽ പറയാൻ പറ്റൂല. സൈലന്റ് ഇല്ല, എന്നാലും സെറ്റ് ആയിട്ടുണ്ടായില്ല. ഇല്ല, എന്നിട്ട് കോളേജിലത്തെ സെറ്റ് ആയിനി. പിന്നെ പോയി എന്നെ കോളേജിൽ പഠിക്കാൻ പറഞ്ഞിട്ട് നമ്മള് പോയി ഗൈസ്. ഓരോ മൊണ്ണാളിങ്ങനെ എടുക്കും വണ്ടി. പുറത്തുനിന്ന് കേട്ടാ കണ്ണൂര് മൊത്തം പേവിഷവാദ്യം പോലും. നായ അടിക്കുന്നുണ്ട് പോലും എല്ലാരും. നമ്മീ വരട്ടെ ബാംഗ്ലൂരേക്ക് ശരിക്കും. ട്രെയിനിലാ? ട്രെയിനില് ഞാൻ ഇതുവരെ ബാംഗ്ലൂർ കണ്ടിട്ടില്ല ഗൈസ്. എന്റെ ലൈഫിൽ ഭയങ്കര ഡ്രീം, ആന്റി കില്ലർ വീട്. നമ്മുടെ ലൈഫില് വലിയ ഡ്രീമാണ് ബാംഗ്ലൂർ കാണുന്നത്. എന്താ അല്ല, നിങ്ങള് പോയി വെച്ചിട്ട് നമുക്ക് പോകാൻ അവസരം കിട്ടിട്ട് അതുകൊണ്ട് പോന്നെ. കണ്ണൂർ ജില്ലേന്റെ പുറത്തിറങ്ങാത്ത 2 കണ്ടന്മാരെ നമ്മ മറ്റേ തമിഴ്നാട്ടിൽ പോയി കല്യാണം എടുത്ത ടീമാണ്. ഇന്ത്യയില് കാട്ടില് കല്യാണം. വേറെ ലൊട്ട സ്ഥലം, തിന്നാനും ഇല്ല.
അത് SABT തൈനേരി പെമ്പിളർ യൂണിഫോം ആടെ ആമ്പിളർ അടിക്കുന്നില്ലേ ഉണ്ണിക്കുട്ടനാണല്ലോ അടിക്കുന്നേ പിന്നെ നമുക്കൊരു ഉണ്ണിക്കുട്ടനുണ്ട് ഉണ്ണിക്കുട്ടനുണ്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ ഉണ്ണിക്കുട്ടനെ കൂട്ടാ വ്ളോഗിലാണ് കാണിച്ചതാ ഓണക്കുട്ട വയറല്ലോ ഓ ചെക്കണ ഗൈസ് ഇന്നലെ കളിക്കാൻ കൂട്ടില്ല കളിക്കാൻ വരാണ്ട് പിന്നെ നിന്നെ പോലത്തെ തള്ളച്ചള പോലെ കമ്പനി എത്ര ദിവസത്തേക്ക് വിലക്കോന് ഒരാഴ്ചത്തേക്ക് വിലക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാല് അടുത്ത ആഴ്ച അവന് ഫീൽഡിങ് മാത്രം ബാറ്റിങ്ങും ബോളിങ്ങും ഇല്ല അത് കഴിഞ്ഞിട്ട് അവന് ടീമിലേക്ക് എടുക്കൂല് രാവിലെ ബോൾ അറിയുന്ന വീഡിയോ ഉണ്ട് പോളാ 6 അടിച്ച വീഡിയോ അല്ലേ ഒരാല ഇത്രയും നാള് ഞാൻ കളിക്കാൻ വേണ്ടി ആകെ ഒരു 6 അടിച്ചിനി അതെന്റെ ബോളില് ഇന്നലെ ഓരോരുത്തരെല്ലാം ടെക്കിനെ ഔട്ടാക്കി ഇനി ഇന്നലെ കിട്ടിയത് നമുക്ക് പണി ഉണ്ടാവില്ല. വേറെ കാര്യമുണ്ട് ഇത്രയും സമയം എടുത്തത് ഇത് ഞെക്കാണ്ടാവും അങ്ങനെ പറയില്ല ഇവന് കഴിവില്ല അത് അപ്പൊ നമ്മ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകും. എടാ ഷൂട്ട് തുടങ്ങാൻ പോന്നേ പറയ്. ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായ ഒരു പാർട്ണർ കിട്ടുന്നു. കണ്ടാ ശരിക്ക് ആത്മാർത്ഥമായ പാർട്ണർ ജിഷ്ണു ആണ്. റിഫ്ലക്ടർ ലെവലിനെ പിടിക്കും. പുതിയ കണ്ടുപിടുത്തം റിഫ്ലക്ടർ പിടിച്ച സ്നേഹനിധിയായ ക്യാമറമാൻ ഫുൾ പൂർത്തീകരിക്കുന്നത്. ഇല്ലെങ്കിൽ ചില ആൾക്കാർ തെറ്റായിരിക്കും. ഒന്നുമില്ല ഒളിച്ചിരിക്കുന്നു. ഗണ്ണിലോടാക്കി ലുക്ക് ഡൗൺ ചെയ്ത് അതിന്റെ അടുത്തേക്ക് താഴേക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ കാര്യം പറയട്ടെ, ഫേസ് അങ്ങോട്ട് പോകണ്ട, ഫേസ് ഈ ഏരിയയിലേക്ക് ഈ സെറ്റ് ഹെയർ മാറ്റി. ഓക്കെ എന്നിട്ട് സൈഡിലോട്ട് ശരിയണ്ട, കൈ കുറച്ചുകൂടി മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ എന്നിട്ട് നോക്കി അതിലേക്ക് തിരിച്ചു നോക്കി. ക്യാമറ നോക്കല്ലേ. വെറും റോങ്ങായി അത് എറിയ ഇങ്ങനെ എറിയണം. രണ്ട് സൈഡിൽ ഇങ്ങനെ ക്യാമറയിലേക്ക് എറി, രണ്ട് കൈ പിടിക്കും, സ്പ്രെഡ് ആക്കി ഇടണം. ആ ക്യാമറയിലേക്ക് നല്ല ചിരിക്കണം, പൊട്ടി അഹായിരിക്കണം. ഓക്കെ റെഡി. ചിരിക്കല അങ്ങനെ പൊടിച്ചില്ലോ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് വന്നോട്ട്. മോഡൽ സ്പീഡില്ല. വീട് കളിക്കുന്നുണ്ട്. നമുക്ക് സെറ്റ് ആവുന്നില്ല. എന്തോ ഒരു സ്വഭാവം ഉണ്ടായി, ഹിന്ദിക്കാർ സ്വഭാവം. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞില്ലേ കട്ട് ചെയ്യും. വണ്ടി എടുക്കുമ്പോൾ ചെക്കനെ പ്രശ്നമില്ല, കുഴപ്പമില്ല. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കുറച്ച് സമയത്തിൻ്റെ എന്ന പരിമിതി കാരണം ഫോട്ടോ കുറച്ച് എടുത്തിട്ടു. അല്ല അപ്പം എങ്ങനെയാണേ
ഡേ വെൽ സ്പെൻഡ്. രാവിലെ ആയിട്ടാ ഗൈസ് ഉദിക്കുന്നത്. അതന്നെ നമുക്ക് ചായ അടിക്കാൻ പോകണം. നമ്മ ഉദ്ദേശിക്കുന്ന സംഭവം എന്താ പറയാ ഈ വ്ളോഗിൽ ഷൂട്ട് മാത്രല്ല നമ്മ ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളില്ല. കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ നിന്നൊന്നും വ്ളോഗൊന്നും എടുക്കാൻ കഴിയില്ല. ഇനി ആട്ടും തുപ്പലും പിന്നെ പുറത്തെല്ലാരും അറിയും. നിങ്ങൾ കേൾക്കും അന്ന ആട്ടിൽ നിന്ന് തുപ്പുന്നതിന് നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വീട്ടിൽ കരിയുന്നില്ല മട്ടലും കൊണ്ട് ബാക്കിനെ ഓടുന്നത്. പിന്നെ ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യുന്നു. എന്താണ് വീട്ടിലെ കുഴപ്പങ്ങൾ കാണിച്ചിട്ട് നമ്മ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഗ്രീൻ ഹൗസ് ചൊണ്ണയെല്ലാം ഇങ്ങനെ കാട്ടം മറക്കി നടന്നിട്ട് കുഴപ്പം വീട്ടിലാക്കിട്ട് റീച്ചിനോട് എന്നാ കളിക്കുന്നല്ലേ. നമ്മ അങ്ങനത്തെ ഒന്നും അല്ല. നമ്മൾ നീറ്റ് വ്ളോഗ് നമ്മ ഇങ്ങനെ പോകുന്നേരം കാണിക്കും, ചങ്ങായിമാരെ കാണിക്കുന്നു, പത്തനം പറയുന്നത്. പിന്നെ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അടിപൊളി ഫുഡ് സ്പോട്ടെല്ലാം നമ്മൾ കാണിച്ചിരുന്നു നമ്മളെ വ്ളോഗിൽ അല്ലേ പാ? പയ്യന്നൂർ വെസ്റ്റില് ഏകദേശം പയ്യന്നൂർ വെസ്റ്റിലെ എല്ലാ പയ്യന്നൂർ വെസ്റ്റില് നമുക്കിത് കുറച്ചൊരു ഫുഡ് ബ്ലോഗും കൂടി ആക്കിട്ട് മാറ്റാം അല്ലേ? അതല്ലേ അങ്ങനെ നല്ലേ പൊള്ളിക്കും. നമ്മള് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും. ബൾക്കിംഗ് ആണ് ഗൈസ്. ബൾക്കിംഗ് ആവാൻ വയറഞ്ചുത്തറ അതാ കിട്ടിലും വയറാ ഗൈസ് ജോപ്പന്റെ. ഇവളെല്ലാം ട്രോളുന്ന അയ്യോ നീ എപ്പോ വരുവോ പോയിട്ട് ബാംഗ്ലൂര്? ഓമടിയ ഗൈസ് ഇവക്കൊന്നും അറിയില്ല. ഇവിടെ മറ്റേ ഡൽഹിയിലെ വലിയ മോഡൽ എന്നുള്ള നമ്മുടെ അടുത്ത് പറഞ്ഞു. ഫുൾ ആസ്തെറ്റിക്. നമ്മുടെ അടുത്ത് വിളിച്ചിങ്ങനെ പറഞ്ഞേ ഞാൻ ആസ്തെറ്റിക് സാധനങ്ങൾ എടുക്കാറുള്ളൂ, നിങ്ങൾ അങ്ങനെ എടുക്കുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ വെറും ചാട ഗൈസ് പട്ടി ചാടിയിട്ടത് നമ്മുടെ അടുത്ത്. പിന്നെ അബി ഉണ്ടെങ്കിലേ വരാൻ പറ്റൂലൂ, വീട്ടിൽ നിന്ന് അബി ഉണ്ടെങ്കിലേ വിടൂലൂ അങ്ങനെ കില്ലർ ബീൻ 19 ഗൈസ്. നമ്മൾ ചായടിക്ക് എത്തി. ഡാസാഡൈനിലെത്തിയില്ല. വെജിറ്റേറിയൻ കഴിക്കാൻ വെച്ചാൽ ഇന്ന് നമുക്ക് മുമ്പ് നോൺ വെജ് കഴിക്കല്. അപ്പൊ ഇന്ന് വെജിറ്റേറിയൻ ചായ ഗൈസ്. നമ്മൾ 2 മസാല ദോശ ദോശ മസാല ദോശ ഇതെന്നോ ഷൂട്ട് ചെയ്യാൻ പാറുവിനോട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാം ഗായ്സ്. ബൈ. നമ്മ പോവാൻ ശരി. ആ ചായ പിടിച്ച്